ഈ മോനെ ഇത്ര അടിപൊളി ഒരു പോത്തുംകാല്, അതും നമ്മളെ കാസർഗോഡ്. കൂടാണ്ട് കീമ പൊറോട്ടയും ചീസ് അൽഫാമും അങ്ങനെ ഒരുപാട് വെറൈറ്റി ഡിഷസ് ആണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. ആദ്യം ഒരു മട്ടൺ സൂപ്പിലാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. പിന്നെ ഇതാ മൈലാഞ്ചി ചോറ്, മംഗല ബിരിയാണി, അങ്ങനെ വരുന്ന ഐറ്റംസ്. പരിപ്പും ചിക്കനും ബീഫൊക്കെ നെയ്ച്ചോറിൽ പെരക്കിയിട്ട് അങ്ങ് തിന്നണം. വേറെ ലെവല് ടേസ്റ്റ് ആണ് കേട്ടോ. ഇന്നാ പിടിച്ചോ പുതിയൊരു ഐറ്റം കീമ പൊറോട്ട. ഇവിടുത്തെ ചീസ് അൽഫാം മന്തിയിലെ ഒരു ചിക്കൻ ഇല്ല, അത് നമുക്ക് പെരുത്തങ്ങ് ഇഷ്ടായിട്ടുണ്ട് കേട്ടോ. ആൻഡ് ഫൈനലി ദ വെയിറ്റ് ഈസ് ഓവർ. നമ്മളെ പോത്തുംകാലിത മക്കളെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഒന്നും പറയാനില്ല, ഒടുക്കത്തെ ടേസ്റ്റ്. പൊറോട്ടക്കും നെയ്ച്ചോറിനൊക്കെ ഈ ഒരു മസാല ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടാ. നമ്മളൊരു യുദ്ധം തന്നെ അവിടെ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഇടയിലാണ് തീയും പുകയെല്ലാം പാറ്റിച്ചോണ്ട് അടുത്തായിട്ട് എത്തുന്നത്. തുറന്നു നോക്കുമ്പോഴത്തേക്ക് ബോണസ് ആയിട്ട് ഒരു പുളിസിയും കിട്ടീനി. തേങ്ങാപ്പാല് കുതിർന്ന പൊറോട്ടയും കുരുമുളകിൽ വരട്ടിയെടുത്ത ബീഫ്. ഇതാണ് എടുത്ത പാൽ പൊറോട്ട. ഈ ഒരു പോത്തുംകാലിനോടുള്ള യുദ്ധം തീർന്നിട്ടില്ല കേട്ടാ. മജ്ജടക്കം നമ്മൾ തോണ്ടിയെടുത്തിട്ടുണ്ട്. ഫാമിലിന്റെ കൂടെ ഇരുന്നും കെട്ടുന്നും കഴിക്കാൻ വേണ്ടിട്ട് നമ്മൾ മജ്ലിസാണ് കേട്ടാ സെലക്ട് ചെയ്ത്. ഫൈനലി ഈ ഒരു ടവർ ജ്യൂസും കൂടി കുടിക്കുമ്പോഴത്തേക്കാണ് നമ്മളെ വയറൊന്ന് സെറ്റ് ആയത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കാണ് അടിപൊളി ഉപ്പിലിട്ടതും മുളകിൽ പെരക്കിയതൊക്കെ കാണുന്നത്. പിന്നെ നമ്മ വിടുവോ? കല്ലുമ്മക്കായി ഒരുപാട് കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു ഹണി കല്ലുമ്മക്കായി ആദ്യമായിട്ടാണ് കാണുന്നതും കഴിക്കുന്നതും. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്കും ട്രൈ ആക്കണം എന്നുണ്ടെങ്കിൽ നേരെ വിട്ടോ കാസർഗോഡ് മേൽപ്പറമ്പ് പൈച്ച റെസ്റ്റോറന്റിലേക്ക്. ഫൈനലി കിളിപ്പാറ നൈറ്റായി ഒരു ഷോർട്സും ലോഡഡ് ഫ്രൈസും കൂടി ട്രൈ ചെയ്തിട്ടാണ് നമ്മൾ ഇറങ്ങി. അപ്പൊ എന്തായാലും പൈച്ച റെസ്റ്റോറന്റ് വിസിറ്റ് ചെയ്യാൻ മറക്കണ്ടാട്ടാ.